സ്നേഹവന്ദനം. ഹാമിൽട്ടൺ ട്രിനിറ്റി മാർത്തോമ ചർച്ച് 2025 മാർച്ച് മാസം 1-ാം തീയതി ഇടവകയായി പ്രഖ്യാപിച്ചത് ആ സന്തോഷത്തിന്റെ വലിയ ആനന്ദത്തില് ഇടവജനങ്ങളായിരിക്കുന്ന ഈ അവസരത്തിലും ഈ ഇടവകയുടെ ഒരു കൂട്ടായ്മയായി തുടങ്ങിയ കാലം 2 പതിറ്റാണ്ടുകള് പിന്നിലേക്ക് പോകുവാൻ പുതിയതായി ഇടവക നിർമ്മിക്കുന്നതായ വെബ്സൈറ്റിലേക്ക് ആ ചരിത്രം ഒന്ന് രേഖപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിവരം സന്തോഷത്തോട് പറയുകയും അതിനായി എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നതായ ചിന്തകള് എൻ്റെ ഇടവക ജനങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2003 ഫെബ്രുവരിയില് കുടുംബം ഈ ദേശത്തെത്തി. 2004 ജനുവരിയിൽ ആദ്യം ഞങ്ങളും അവരോടൊപ്പം കടന്നു വന്ന് ചേരുവാൻ ദൈവം കൃപ തന്നു. 2004 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഞങ്ങൾ താമസിച്ചതായ വാടക വീട്ടില് ഒരു കൊച്ചു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുവാൻ ദൈവം കൃപ തന്നു. മനോഹരമായ ഈ ദേശത്തിന്റെ പച്ച പുൽപ്പുറങ്ങളും ശാന്തമായി ഒഴുകുന്ന റിവറും അതുപോലെ തന്നെ സൗമ്യരായ മനുഷ്യരും ശാന്തരായ ജീവിത ശൈലിയും ഒക്കെ ഈ ദേശത്തിന്റെ വലിയ അനുഗ്രഹമായിരുന്നു. പാലും തേനും ഒഴുകുന്നതായ പഴവർഗ്ഗങ്ങൾ കൊണ്ട് സംതൃപ്തമായ ഈ ദേശത്ത് എത്തിയപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിപ്പാൻ ഒരവസരം ആവശ്യമാണ് എന്ന് തോന്നി. അങ്ങനെ ആദ്യത്തെ പ്രയർ ആരംഭിക്കുവാൻ ദൈവം കൃപ തന്നു. അന്ന് മാർത്തോമ ഒരു ഫാമിലി മാത്രമേ ഹാമിൽട്ടണിൽ പരിചയമായിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റ് പരിചയപ്പെട്ടതായ സ്നേഹിതരെയും മറ്റ് സഭാവിശ്വാസികളെയും എല്ലാവരെയും കൂടെ ചേർത്ത് 2004 സെപ്റ്റംബർ മാസം 18-ാം തീയതി 5:30 PM ഞങ്ങളുടെ വാടക വീട്ടില് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രയർ ആരംഭിച്ചു. ആ പ്രയർ വളരെ അനുഗ്രഹമായിരുന്നു. അന്നേ ദിവസം ഓക്ലൻഡ് മാർത്തോമ കോൺഗ്രിഗേഷനിലെ മെമ്പേഴ്സിനെയും ക്ഷണിച്ചു. അവരും കടന്നു വന്ന് ആ പ്രയറിൽ പങ്കെടുത്തു. അതിന് നേതൃത്വം നൽകുവാനായിട്ട് ദൈവം എനിക്ക് ഒരു കൃപ തന്നു. അതിനുശേഷം ആ പ്രയർ മനോഹരമായി മുടങ്ങാതെ എല്ലാ ഭവനങ്ങളിലും സഭാവ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളിലും മാറി മാറി നടന്ന് വന്നു. അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്നതായ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കാനും അതിന് നേതൃത്വം നൽകുവാനും ദൈവം അവസരം നൽകി. 2005 സെപ്റ്റംബർ മാസം ഇപ്പോഴത്തെ മെത്രാപ്പോലിത്ത തിരുമേനി ഓക്ലൻഡ് സന്ദർശിച്ചു. അങ്ങനെ ഹാമിൽട്ടണിലും എത്തി. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പില് തിരുമേനി അതിഥിയായിരുന്നു. അങ്ങനെ സഭ ഒരു ഇടവക വികാരിയെ ഇവിടേക്ക് വിടുവാനായിട്ട്, ഓക്ലൻഡിലേക്ക് വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. അതിൻ പ്രകാരം റവറന്റ് രാജീപ്പനും കുടുംബവും 2005 നവംബർ മാസത്തില് ന്യൂസിലാൻഡിലെത്തി. 2006 ജനുവരി 1-ാം തീയതി ഓക്ലൻഡ് കോൺഗ്രിഗേഷൻ സെന്റ് തോമസ് മാർത്തോമ ചർച്ചായി രൂപപ്പെട്ടു. 2006 ഫെബ്രുവരിയില് ഹാമിൽട്ടണില് പ്രിയപ്പെട്ട രാജീപ്പന്റെ അച്ഛന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കുർബാന ആരംഭിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 2005 കുറെ മാർത്തോമ ഫാമിലി, വിരലിൽ എണ്ണാവുന്നതായ മാർത്തോമ ഫാമിലി ഈ ദേശത്ത് കടന്നു വന്നു. അന്നു മുതൽ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് ഹാമിൽട്ടൺ മാർത്തോമ പ്രയർ ഗ്രൂപ്പായി കൂടുവാനായിട്ടും സാധിച്ചു. 2006 ജനുവരി മുതൽ 2011 വരെ ഓക്ലൻഡ് സെന്റ് തോമസ് മാർത്തോമ പള്ളിയുടെ ഒരു ഏരിയ പ്രയറായി ഹാമിൽട്ടൺ മാർത്തോമ പ്രയർ ഗ്രൂപ്പ് മാറി. അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിപ്പാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു. 2011 ഹാമിൽട്ടൺ മാർത്തോമ കോൺഗ്രിഗേഷൻ ആയി റവറൻ ജേക്കബ് ജോർജ് അച്ഛൻ നേതൃത്വം നൽകി. അതിനായി എല്ലാ ഭവനങ്ങളിലും പോയി അന്നുണ്ടായിരുന്നതായ എല്ലാ സ്നേഹിതരുടെയും അഭിപ്രായം ആരാഞ്ഞ് ഒരു 10-12 ഫാമിലി അന്ന്
ഹാമിൽട്ടണിലുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായത്തോടു കൂടി 2011 ഹാമിൽട്ടൺ മാർത്തോമ പ്രയർ ഗ്രൂപ്പ് ഹാമിൽട്ടൺ മാർത്തോമ കോൺഗ്രിഗേഷനായി. ആ വർഷം തന്നെ നമ്മുടെ സഭയുടെ ഏറ്റവും നല്ലതായ ഒരു സൺഡേ സ്കൂള് ഭവനത്തിൽ ആരംഭിക്കുകയുണ്ടായി. 4 കുഞ്ഞുങ്ങളുമായി ആ സൺഡേ സ്കൂളും പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഫാമിലികള് ഹാമിൽട്ടണിലേക്ക് കടന്നു വന്നു. കുർബാന 2 മാസത്തിലൊരിക്കൽ മുടങ്ങാതെ നടന്നു വന്നു. മാർത്തോമ സഭയിലെ ഏറ്റവും നല്ല വൈദികരെ സഭ ന്യൂസിലാൻഡിലേക്ക് വികാരിമാരായി നൽകിയതിൽ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ആദ്യത്തെ വികാരിയായി റവറൻ രാജി ഈപ്പൻ, രണ്ടാമത്തെ വികാരിയായി റവറൻ ജേക്കബ് ജോർജ്, മൂന്നാമത്തെ വികാരിയായിട്ട് റവറൻ എം കെ ബിജു, നാലാമത്തെ വികാരിയായിട്ട് റവറൻ വി ടി കുര്യൻ. അതിനുശേഷം സഭയിലെ റിട്ടയറായ 2 അച്ഛന്മാര്, പി മാത്യു അച്ഛനും അതുപോലെ തന്നെ കെ എസ് മാത്യു അച്ഛനും ഇടവയായി ഇവിടെ വന്ന് ഞങ്ങൾക്ക് സേവനം നൽകി തന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട സാബു സൗമേൽ അച്ഛനും മാത്യൂസ് ജോർജ് അച്ഛനും ഇടവ വികാരിമാരായി ഞങ്ങളെ സേവിക്കുന്നു, ഞങ്ങൾക്ക് ശുശ്രൂഷ നൽകി തരുന്നു. അവരോടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. സഭയിൽ നിന്നും ലഭിച്ചതായ വലിയ കൃപകള് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും അനേകം മൈലുകൾ അകലെ എത്തിയപ്പോൾ നാടും വീടും നാട്ടുകാരും വീട്ടുകാരും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ആരാധനയിലൂടെ കൂട്ടായ്മയിലൂടെ ഒക്കെ ഞങ്ങൾ നേടിയെടുത്തതായ സന്തോഷം അത് ദൈവത്തോട് ചേർന്നുള്ള സന്തോഷമായിരുന്നു എന്ന് പറയുവാൻ അതിയായ സന്തോഷമുണ്ട്. മാർത്തോമ സഭയുടെ സൺഡേ സ്കൂൾ, യുവജന സഖ്യം, കൊയർ, ക്യാമ്പുകൾ, അതിലൂടെയൊക്കെ ലഭിച്ചതായ കൊച്ചു കനല് അത് പ്രകാശിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ 20 വർഷക്കാലം ഈ ദേശത്തായിരുന്നപ്പോൾ ദൈവം കൃപ തന്നു. ഇന്ന് ഏതാണ്ട് 60-ൽ പരം കുടുംബങ്ങളുമായി ഏറ്റവും നല്ല ആരാധന നടത്തുവാന്, ഒരു സഭയുടെ ഫുൾ സ്വിങ്ങോടുകൂടി പ്രവർത്തിക്കുവാന് ദൈവം കൃപ തന്നു. സൺഡേ സ്കൂള്, ഗായക സംഘം, യുവജന സഖ്യം, ഇടവക മിഷൻ, 4 ആഴ്ചയും കുർബാന അത്രമാത്രം ഭംഗിയായി നടത്തുവാൻ വലിയവനായ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്ന എല്ലാ ഫാമിലികളും അവരുടെ അളവറ്റ സഹകരണവും സഹായവും പ്രാർത്ഥനയും ഈ ഇടവകയ്ക്ക് തന്നതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഇടവക നടക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയായി. അതിന് ദൈവത്തിന് 1000 നന്ദി കരയേറ്റുന്നു. 2012 ദൈവത്തിന് ഒത്തിരി സന്തോഷവും നന്ദിയും പറയാനുള്ളതായ ഒരു അവസരമായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ മനോഹരമായ ദേവാലയം ഇവിടുത്തെ കത്തീഡ്രലാണ്, ആംഗ്ലിക്കൻ ചർച്ചിന്റെ പള്ളിയാണ്. അഭിവന്യ സക്രിയാസ് തിരുമേനി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ബിഷപ്പുമായി കാണുവാനും നമ്മളുടെ ഒരു ആരാധന നടത്തുവാനുള്ളതായ അനുമതി ചോദിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് 2012 തൊട്ട് വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ നമുക്ക് നടത്തുവാൻ ദൈവം കൃപ തന്നു. പൂർണ്ണമായി സകലതും ഫ്രീ ആയിട്ട് ഈ പള്ളി നമുക്ക് തന്നു. ദൈവം എത്രമാത്രം നമ്മളെയും നമ്മുടെ സഭയെയും ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ ആഗ്രഹത്തെയും മാനിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുക. സഭയിലെ മെത്രാപ്പൊലീത്തമാരായിരുന്നതായ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസം മാർത്തോമ മെത്രാപ്പൊലീത്ത പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അൽത്താരയിലേക്ക് ഒരു തബ്ലിത്ത പലക തന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത തിയോഡോഷ്യസ് തിരുമേനി പ്രാർത്ഥിച്ച് അൽത്താരയിൽ ഉപയോഗിക്കുന്നതായ ക്രോസ് ബ്ലെസ് ചെയ്ത് തന്നു. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഹാമിൽട്ടണിൽ വന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ബർന്നബാസ് തിരുമേനി ഒന്നിൽ കൂടുതൽ ആവർത്തി ഈ ആരാധനയിൽ നമ്മളോടൊപ്പം ഹാമിൽട്ടണിൽ പങ്കെടുത്തു. സക്രിയാസ് മാർ തെയോഫിലോസ് തിരുമേനി ഒന്നിൽ കൂടുതൽ തവണ ഹാമിൽട്ടണിലെത്തി. അദ്ദേഹമാണ് ആദ്യം ഹാമിൽട്ടണിൽ എത്തുന്നതായ മാർത്തോമ സഭയിലെ ഒരു തിരുമേനി. നമ്മുടെ ഭദ്രാസന എപ്പിസ്കോപ്പ സ്തേഫാനോസ് തിരുമേനി അദ്ദേഹത്തിന്റെ നിർലോഭമായ സഹായവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒരു പള്ളി ആകുന്നതില് വളരെയധികം കടപ്പെട്ടതാണ് എന്നീ സമയത്ത് ഓർക്കുകയും ഇവരോടൊക്കെ ഉള്ളതായ
ഞങ്ങളുടെ ഇടവകയുടെ ഹാമിൽട്ടൺ ട്രിനിറ്റി മാർത്തോമ ചർച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹവും പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു. ഈ വെബ്സൈറ്റിൽ കഴിഞ്ഞ 20 വർഷത്തെ ഒരു ചെറിയ ചരിത്രം ചുരുക്കമായി പറയുവാന് അവസരം തന്ന ഇടവകയോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.